നമസ്തേ, എല്ലാ ഭക്തമാനസങ്ങൾക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാണ്. ഒക്കത്ത് കുട്ടിയുമായിട്ട് നിൽക്കുന്ന സന്താന ഗോപാലമൂർത്തിയുടെ മുന്നിലാണ്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ പ്രതിഷ്ഠ. ഇത്രയും വിശേഷപ്പെട്ട ഈ സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തെക്കേ അറ്റമായിട്ടുള്ള പ്ലാപ്പിള്ളി ദേശത്ത് കുലൈറ്റിക്കര, അതായത് അരയങ്കാവിനും ചാലക്കപ്പാറയ്ക്കും പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായിട്ടുള്ള വയൽ പ്രദേശത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം. പ്ലാപ്പിള്ളി ദേശം. ഈ ക്ഷേത്രത്തിൻ്റെ പേരോ അതിലും വിശേഷപ്പെട്ടതാണ്. ക്രോസോത്ത് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഒക്കത്ത് കുട്ടിയുമായിട്ട് നിൽക്കുന്ന ആ സന്താന ഗോപാലമൂർത്തിയുടെ ആ ക്രോസോത്തപ്പൻ്റെ തിരുനടയിലെ ഏറ്റവും വിശേഷപ്പെട്ട ആ വഴിപാടിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. ഇതാണ് തൊട്ടിലും കുട്ടിയും. ക്രോസോത്തെ സന്താന ഗോപാലമൂർത്തിയുടെ ഒരു വിശേഷാൽ വഴിപാട്, അതൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് തൊട്ടിലും കുട്ടിയും നടക്കൽ വയ്പ് എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വഴിപാട്. ഇത് ശരിക്കും ദമ്പതികൾക്ക് കുട്ടികളില്ലാത്തവർ വന്ന് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് ഈ തൊട്ടിലും കുട്ടിയും അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അത് നടക്കൽ കൊണ്ടുപോയി വച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തമ സന്താനലബ്ധി ഉണ്ടാവും എന്നിവിടെ സാക്ഷ്യങ്ങളുണ്ട്. ഈ അമ്പലത്തിൽ അങ്ങനെ ഉള്ളവരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണിത്. ഇതിൻ്റെ മഹാത്മ്യം നമ്മൾ അത് തിരിച്ചറിയേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ ഭക്തജനങ്ങൾ അങ്ങനെ കുട്ടികളില്ലാതെ, വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ ഇവിടെ വരുന്നവരുണ്ട്. അവർ വന്ന് ഇത് സമർപ്പിച്ച് പോയി, പലരും വന്ന് സമർപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഉത്തമ സമ്മതമാണ്. ഇതിനകത്ത് കുട്ടിയുണ്ടല്ലേ? അതൊന്ന് എടുത്തത്. ഇതിനകത്ത് കുട്ടി നമുക്ക് 2 പേർക്കും കൂടി വെക്കേണ്ടതാണ്. ഇതാണ് ചെറിയ ഒരു കുട്ടി, 2 പേർക്കും ഉള്ളതാണ്. ഇപ്പുറത്തും ഉണ്ട് ഒരു കുട്ടികൾ. ഇത് നമ്മൾ കൗണ്ടറിൽ വന്ന് അവർ വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോയി ശാന്തിയുടെ കൈ കൊടുത്ത് അത് അവിടെ കൊണ്ടുപോയി അവർ വച്ച് ഇതും കൊണ്ടുപോയി ഒരു പ്രദക്ഷിണം വച്ചിട്ട് വേണം വന്ന് നടക്കൽ വയ്ക്കാൻ. ഈ തട്ടും കൊണ്ട് ഒരു പ്രദക്ഷിണം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് അവർ. എന്നിട്ടാണ് അത് കൊണ്ടുവന്ന് ശാന്തിക്കാരൻ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ടാണിത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ അത് അവിടെ തന്നെ വച്ച് മടങ്ങി പോവുകയാണ് പതിവ്. ക്രോസോത്തപ്പൻ്റെ ഈ ഓടക്കുഴൽ മാഹാത്മ്യം അതൊന്നും നമുക്ക് കേട്ടാലോ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വിശേഷാൽ വഴിപാടാണ് ഓടക്കുഴൽ സമർപ്പണം. അത് ഉദ്ദിഷ്ട കാര്യ ലബ്ധിക്ക് സാധ്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ നടത്താറുള്ളത്. നമ്മൾ ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് സാധിച്ചു കഴിയുമ്പോൾ അത് ക്രോസോത്തപ്പന് അതിൻ്റെ ഒരു വേറെ സ്മരണ എന്ന രീതിയിൽ സമർപ്പിക്കുന്നതാണ് ഈ ഓടക്കുഴൽ സമർപ്പണം. അത് വളരെ വിശേഷപ്പെട്ട വഴിപാടാണ്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇതാണ് ഓടക്കുഴൽ സമർപ്പണത്തിൻ്റെ ഓടക്കുഴൽ. ദുഷ്ടകാര്യ ലബ്ധിക്ക് ശേഷം ക്രോസോത്ത് അമ്പലത്തിൽ വന്ന് കൊണ്ടുവന്ന് പൈസ അടച്ച് ഇത് വാങ്ങി നടക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നന്ദി സൂചകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ വഴിപാടിൻ്റെ പ്രത്യേകത. ഒത്തിരി ഭക്തജനങ്ങൾ ഇത് ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നുണ്ട്. സർവ്വസാധാരണ വഴിപാടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഓടക്കുഴൽ തൊട്ടിലും കുട്ടിയും സമർപ്പണം. ഇതാണ് ഇവിടുത്തെ വിശേഷ വഴിപാട്. ക്രോസോത്തപ്പൻ്റെ ഈ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സന്താനലാബ്ധിക്ക് വേണ്ടി പ്രതിഷ്ഠിതമായിരിക്കുന്ന ശ്രീ സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവ വിശേഷങ്ങളും സപ്താഹ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വ്രതം നോറ്റിരിക്കുന്ന നിരവധി ക്ഷേത്രപാലകരെ നമുക്ക് പരിചയപ്പെടാം. വീണ്ടും ക്ഷേത്രവിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഹരേ രാമ, ഹരേ കൃഷ്ണ.